നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. വിദ്യാർത്ഥികൾ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചു, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. ഹായ് സർ, ഞാൻ ഗ്രീഷ്മ, സെക്കൻഡ് ഇയർ BSc കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണ്. ഒരു NSS വോളണ്ടിയർ കൂടിയാണ് ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാറ് ബിസിനസ്സിലൊരു കരിയർ തുടങ്ങാൻ വേണ്ടിയിട്ട് സാറെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി, സാറിൻ്റെ ലൈഫിലെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് റോള് നൽകിയ വ്യക്തി ആരാണ്? അതുപോലെ ഇപ്പം നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ബാക്ക്സ്, ഫെയിലിയേഴ്സൊക്കെ നേരിടേണ്ടി വരും. ആ ഒരു ഫെയിലിയേഴ്സിനൊക്കെ സാറ് മറികടന്നുകൊണ്ട് മുന്നോട്ട് ലീഡ് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അത് 100% വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ സാന്ദർഭികവശാൽ ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഫെയിലിയർ വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം. ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മളത് നിശ്ചയിച്ച് വെക്കണം. ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം, ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും, അത് താങ്ങാനുള്ള വിദ്യ എന്താണ് എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവില്ല, നമ്മൾ വിഷമിക്കില്ല. ഞാൻ എപ്പോഴും അതാണ് ചെയ്യാറ്. അപ്പോൾ ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിന് അരി, ആട്ടയും പഞ്ചസാരയും ഒക്കെ വിൽക്കുന്ന ആളാണ്. അപ്പോൾ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടിരുത്തും പ്രസൻറ്റേഷൻ ചെയ്യാൻ. ഇപ്പോൾ ഒരു ഫിഷ് വിൽക്കുന്ന, മീൻ വിൽക്കുന്ന ആണെങ്കിൽ ആ മീൻ വിൽക്കുന്ന ഫിഷ് മോങ്കർ എന്നാണ് ഞങ്ങൾ പറയുക. അവരെ കൊണ്ടിരുത്തും. എന്നിട്ട് പറയാം അതിൻ്റെ ഡ്രൈനേജ് എങ്ങനെയായിരിക്കണം, വെള്ളം പോകണം, ഇപ്പോഴുള്ള നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എല്ലാ ലെവലിലുള്ള ആളുകളുമായി ഇരുത്തി അവർക്ക് സാറ്റിസ്ഫൈ ചെയ്തു എന്നിട്ടാണ് ഞങ്ങൾ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. കാരണം ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്ത് കോൺഷ്യസ്. നമ്മൾ എവിടെ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്താലും അത് വളരെ ഹൈജീനിക് ആയിരിക്കണം, ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. ഏറ്റവും നല്ലൊരു ഷോപ്പ് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ദിവസം വന്നാൽ പറയും, ഓ ഇത് വളരെ നല്ല ഷോപ്പാണ്. രണ്ടാമത്തെ ദിവസം വന്നാൽ പറയും ഇത് നല്ല ഷോപ്പാണ്. മൂന്നാമത്തെ ദിവസം ആരും വരില്ല. കാരണം ആ ഷോപ്പിൻ്റെ ഭംഗി കണ്ടിട്ടല്ല കസ്റ്റമേഴ്സ് വരിക. കസ്റ്റമേഴ്സ് വരുന്നത് അതിലുള്ള പ്രൊഡക്ട്സ്, സാധനങ്ങൾ എത്ര ഹൈ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ പ്രൈസ് എന്താണ്, സർവീസ് എന്താണ്, ഇത് മൂന്നും കൂടി നോക്കിയിട്ട് ആൾക്കാർ വരുള്ളൂ. അതുപോലെ നല്ല പാർക്കിംഗ് വേണം. ഇത് നാലില്ലെങ്കിൽ ആരും വരില്ല. അപ്പോൾ ആ പ്രൊജക്റ്റ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യും. അതിന് നഷ്ടം വന്നാൽ എത്ര സംഭവിക്കുമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകും. ആദ്യം ചോദിച്ച ചോദ്യം അതെങ്ങനെയെങ്കിലും ഞാൻ ആയിപ്പോയതാണ്, മനസ്സിലായില്ല. ആദ്യം ഒരു ചെറിയ ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഇങ്ങനെ എത്തിയത് ആയിപ്പോയതാണ്. അത് റോൾ മോഡൽ വെച്ചിട്ടില്ല. താങ്ക് യു സർ. എൻ്റെ പേര് സനീഷ, ഞാൻ 3rd ഇയർ BCom സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ചോദ്യം ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാനുഫാക്ചറിങ് രംഗത്ത് ഇപ്പോൾ കിറ്റക്സ്, V-Guard ഇപ്പോൾ IPO നടത്തിയിട്ടുണ്ട്. അതുപോലെ റീറ്റെയിൽ രംഗത്ത് ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സൊക്കെ നടത്തി. അപ്പോൾ ലുലു ഗ്രൂപ്പിന് IPOയ്ക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്നാണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഈ IPO എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിടിച്ച് നമ്മുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിലിട്ട് അതിൽ നിന്ന് കച്ചവടം ചെയ്ത് അവർക്ക് ലാഭം കൊടുക്കുകയാണ്. IPO ഞാൻ ഇന്ത്യയിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് കംഫർട്ടബിളായിട്ട് എൻ്റെ ഇൻവെസ്റ്റേഴ്സ് ലാഭം കൊടുക്കാൻ എനിക്ക് എന്ന് സാധിക്കും അന്നേ ഞാൻ IPOയിൽ പോകുള്ളൂ. അതിപ്പോൾ ആയിട്ടില്ല ഇന്ത്യയിൽ. പക്ഷേ ഓവർസീസ് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു സർ. മനസ്സെന്നാവട്ടെ. എൻ്റെ പേര് നിഷ്ണുത TS. ഞാൻ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ NSS യൂണിറ്റ് 191 NSSൻ്റെ ലീഡറാണ്. കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സാർ, ഏതൊരു വ്യക്തിയുടെയും സക്സസിൻ്റെ പിറകിൽ അവരുടെ ഫാമിലിയും അതേമാതിരി തന്നെ അവരുടെ പേരൻസും വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. അവരുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏതൊരു വലിയ അച്ചീവ്മെൻറ്റ് നേടിയെടുക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മയുടെ ആ കരുതലും സ്നേഹവും അവരുടെ ലാളനയും അവരുടെ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ എന്തും നേടിയെടുക്കുന്നത്.
അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മാൻ്റെ മടിത്തട്ടിലാണ് സ്വർഗം എന്ന്. അത് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സാറിൻ്റെ ഉമ്മ സാറിനെ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? സാറിന് ഇത്രയും വലിയ നിലയിലെത്താൻ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? സാറിൻ്റെ കുടുംബം എങ്ങനെയൊക്കെയാണ് സാറിനെ വ്യവസായ മേഖലയിൽ വളർച്ചയിൽ പിന്തുണച്ചതും ആത്മവിശ്വാസം നൽകിയത് എന്നാണ്? ഞാൻ ജനിച്ചു വളർന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നാട്ടികയിലാണ്. ഞങ്ങളതൊരു ബിസിനസ് കുടുംബമാണ്. എൻ്റെ ഫാദറിന് അത്രയധികം വിദ്യാഭ്യാസം ഉണ്ടായില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറിനും അത്ര വിദ്യാഭ്യാസം ഉണ്ടായില്ല. എൻ്റെ മദറിൻ്റെ ഫാമിലി വലിയ വിദ്യാഭ്യാസമുള്ള കുടുംബമായിരുന്നു. എൻ്റെ മദർ പഴയ ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു. എൻ്റെ മദറിൻ്റെ ഫാദർ ഹെഡ് മാഷായിരുന്നു 1937. വലപ്പാട് പരീക്കുട്ടി മാഷ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് ഹെഡ് മാഷായിരുന്നു. അവരുടെ കുടുംബം മുഴുവൻ മാഷന്മാരുടെ കുടുംബമാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം എൻ്റെ മാതാവ് എൻ്റെ മോള് ചെയ്യുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. പല സംശയങ്ങളും ഞാൻ എൻ്റെ മാതാവിൽ നിന്നാണ് പഠിച്ചത്. അവർ പറയുന്നു, നീ കച്ചവടക്കാരനാകണമെങ്കിൽ വിദ്യാഭ്യാസം, ബേസിക് എഡ്യൂക്കേഷൻ ഈസ് നെസസറി. ആയതുകൊണ്ട് മോനെ നീ ശരിക്കും പഠിക്കുക, പഠിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണ്ട എന്നല്ല, പക്ഷെ പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. അതാണ് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഗുരുജനങ്ങളെ ബഹുമാനിക്കണം, എങ്ങനെ എൻ്റെ ഉപ്പ ഫാദർ അഹമ്മദാബാദിലായിരുന്നു ഗൾഫിന് മുമ്പ്. അപ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത്, എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ വളർത്തിയത്, എൻ്റെ ഗ്രാൻഡ് മദറാണ് എന്നെ വളർത്തിയത്. അവർ വിദ്യാഭ്യാസമില്ലെങ്കിലും അവർ ഫിലോസഫേഴ്സ്, അരിസ്റ്റോട്ടിലും പ്ലാറ്റോ വായിച്ചിട്ടില്ലെങ്കിലും അവർ ഫിലോസഫേഴ്സ് ആയിരുന്നു. പഴയ കാലത്ത് നമ്മളുടെ കുടുംബത്തിലുള്ള കാരണന്മാർ പ്രാക്ടിക്കൽ നോളജും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെ ശരിക്കും മോൾഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സിൽ. പക്ഷേ എൻ്റെ ഉമ്മ എന്നെ വളരെയധികം ഈ നിലയ്ക്കെത്താൻ എൻ്റെ ഉമ്മ ഒരുപാട് നിർദ്ദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഐ എം റിയലി മിസ്സിങ് മൈ ഫാദർ ആൻഡ് മദർ സ്റ്റിൽ നൗ, ആൻഡ് ഐ എം പ്രേയിങ് എവറി ഡേ ടു മൈ പാരൻസ്. എപ്പോഴും കെടുക്കുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചിട്ട് എടുക്കാറുണ്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ, എൻ്റെ പേര് മാഗ്ന MP. ഞാൻ BCom ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രയോറിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബേസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ആ ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ ആസ്പെക്റ്റ് നോക്കുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരിക? ഇതിനെ കുറച്ചൊന്ന് ഷെയർ ചെയ്യുമോ സാർ? നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കണ്ടിന്യൂസ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ആ റോ മെറ്റീരിയൽസ് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ എത്ര നാൾ നമ്മുടെ ഫാക്ടറി പൂട്ടിടണം എന്ന് കൂടി ചിന്തിക്കണം. ബിക്കോസ് റോ മെറ്റീരിയൽ ഈസ് ദ ബിഗ് ബാക്ക് ബോൺ ഓഫ് എനി ഇൻഡസ്ട്രി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം യു ഷുഡ് നോ ദാറ്റ് വെയർ യു വിൽ സെൽ. മാർക്കറ്റില്ലാതെ, മാർക്കറ്റ് വിസിബിലിറ്റി ആൻഡ് വിയബിലിറ്റി സ്റ്റഡി ഇല്ലാതെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ അത് വിൽക്കൂല, അത് നഷ്ടപ്പെടും. അതുകൊണ്ട് മാനുഫാക്ചർ ചെയ്തിട്ട് പിന്നെ കസ്റ്റമർ നോക്കണേക്കാളും നല്ലത് ആദ്യം അതിൻ്റെ, അതിന് ഞാൻ പറഞ്ഞ് വിയബിലിറ്റി സ്റ്റഡി ആൻഡ് വിസിബിലിറ്റി സ്റ്റഡി. താങ്ക് യു. ഹായ് സർ, ഐ എം ശീതൽ. ഞാൻ BCom ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ അടുത്ത് സാറിൻ്റെ ഒരു അപ്കമിങ് പ്രൊജക്റ്റിനെ പറ്റി വായിച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചിയിലെ ഡ്യുവൽ ടവറിനെ പറ്റിയിട്ട്. അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളെപ്പോലെയുള്ള ഫ്രഷേഴ്സിന് എത്രത്തോളം തൊഴിൽ സാധ്യതയുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. 2 വലിയ ടവർ. കാരണം കേരളത്തിൻ്റെ സമ്പത്ത് ഹ്യൂമൻ റിസോഴ്സാണ്. ആ ഹ്യൂമൻ റിസോഴ്സ് എസ്പെഷ്യലി ഗേൾസ്, IT എഡ്യൂക്കേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ എടുത്ത ഒരുപാട് പെൺകുട്ടികൾ സ്വന്തം വീട്ടിലിരിക്കണം അവർക്ക്. കാരണം നമ്മൾ മറ്റ് രാജ്യക്കാരെക്കാളും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിനെ തന്നെ അപേക്ഷിച്ച്
നമ്മുടെ കേരളത്തിലുള്ളവർ വി ആർ ഡീപ്ലി ഇൻവോൾവ് ഇൻ ദി ഫാമിലി. വി ആർ ഡീപ്ലി. അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ വളരെ അറ്റാച്ച്ഡാണ്, ഡീപ്ലി അറ്റാച്ച്ഡ് വിത്ത് ദ ഫാമിലി. നമ്മൾ ഒരു പെൺകുട്ടീനെ ഒറ്റയ്ക്ക് ഒരു ജോലിക്ക് കേരളത്തിന് പുറത്ത് അയക്കാൻ നമ്മൾ വളരെയധികം വിഷമിക്കും, വളരെയധികം ചിന്ത പേരൻസിനുണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബാംഗ്ലൂരൊക്കെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ മാറിക്കൊണ്ടിരുന്നപ്പോൾ നിൽക്കുമ്പോൾ സഫീഷ്യൻ്റായിട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടണം. ജോലി കിട്ടുന്നപ്പോൾ ഞാൻ IBM ആയിട്ട് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ IBM-നെ കണ്ട് സംസാരിച്ചു. അവരിപ്പോൾ വന്നു 4 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബ് കൊച്ചിയാക്കാൻ പോകണം. ഇപ്പോൾ 4 ഫ്ലോർ, ഇപ്പോൾ നാളെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 4 ഫ്ലോറാണ്. ഈ 4 ഫ്ലോറ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇവിടെ ആരംഭിച്ചാൽ അതിൽ ഉപകാരപ്പെടുന്ന നമ്മുടെ മലയാളികളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പെൺകുട്ടികൾ ആ ടൈമിൽ കറക്റ്റിന് വരും, കറക്റ്റ് വന്ന് അവർ ജോലി ചെയ്ത് കറക്റ്റായിട്ട് പോകും. അതിൻ്റെ ഇടയിൽ അവർ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ആൺകുട്ടികൾ കേരളത്തിൻ്റെ ഈ IT ഫീൽഡിലുള്ളവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വിദ്യാഭ്യാസമുള്ളവർ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ 2 IT ടവർ ഉണ്ടായ 25,000 ആളുകൾക്ക് ഞങ്ങൾ വി ആർ ഗോയിങ് ടു ബ്രിങ് വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അവർ വരും. അത് ഒരു 3 മാസത്തിനുള്ളിൽ ഇനാഗുറേറ്റ് ചെയ്യും. 25,000 മുതൽ 30,000 വരെയും ആളുകൾക്ക് അവിടെ ജോലി കിട്ടും. ഹായ് സർ, ഐ എം അമൽ റോസ്, BCom ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. സാർ, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ എങ്ങനെയാണ് സെയിൽസിലും മാർക്കറ്റിങ്ങിലും സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അതുപോലെ സാറും സാറിൻ്റെ ടീമും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം? as I mentioned, പാലക്കാട് ഞങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി. ഞങ്ങളൊരു ടീമുണ്ട് പോയിട്ട് അത് അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്താൻ പാലക്കാട്ടും പ്രാന്തപ്രദേശങ്ങളിലും ഏതാണ് അവരുടെ ബൈങ് റേഞ്ച്, എന്താണ് അവർക്ക് സാധനങ്ങൾ ആവശ്യം, വെജിറ്റേറിയൻ ആണോ ആ ഏരിയ കൂടുതൽ, നോൺ വെജാണോ കൂടുതൽ, അതിനെപ്പറ്റിയൊരു സ്റ്റഡി ഉണ്ടാക്കണം. എല്ലാത്തിനും നമ്മളൊരു പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാത്തവൻ ഒരിക്കലും വിജയിക്കില്ല. അപ്പോൾ നമ്മൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിപാടിയുണ്ട്. രാത്രി പ്ലാൻ ചെയ്യണം. കാലത്ത് ഇത്ര മണിക്ക് എണിക്കണം, ഇത്ര മണിക്ക് മീറ്റിങ്ങിന് പോകണം, ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പം അതുമാതിരി തന്നെയാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം. ആ ഭാഗം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ തുറക്കുന്നത്, അതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിൽ ഹാവ് എ സ്റ്റഡി ബിഫോർ ഗോയിങ് ടു എനി പ്ലേസ്. ഹായ് സർ, ഞാൻ പ്രവീണ, ഫൈനൽ ഇയർ BCom സ്റ്റുഡൻ്റ് ആണ്. ഒരു ബിസിനസ് മേഖലയിൽ ഇപ്പോൾ ഒരു ലോങ് റൺ സാധ്യമാക്കാൻ അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ കീഴിൽ ഒരുപാട് CSR ആക്ടിവിറ്റീസ് ഇപ്പോൾ സാറിൻ്റെ കീഴിൽ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ചാരിറ്റി ആയിട്ടും അതേപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് CSR പ്രൊജക്ട്സ് സാറിൻ്റെ കീഴിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CSR-ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാറിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടർ, മോട്ടിവേറ്റ് ചെയ്തൊരു ഫാക്ടർ എന്താണ്? ഒരു ബിസിനസ് വ്യൂ പോയിന്റ് നോക്കുമ്പോൾ CSR-ൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു സാധ്യതയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും കമ്മിങ് ഓണ്ടർപ്രണേഴ്സിന് കൂടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലൊന്ന് പറയാം. Corporate social responsibility, CSR, that is part of business. That is mandatory. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ എത്ര % നിങ്ങൾ CSR കൊടുക്കണം. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിങ്ങൾ കൊടുക്കുന്നു. ലാഭം ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുക്കുന്നുണ്ട്. സോളാറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, CSR അല്ല. അപ്പോൾ ഞാനത് കൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നു, നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ 2.5% പാവപ്പെട്ടവരുടെയാണ്. അത് ആ കാശ് കൊടുക്കാതെ നിങ്ങൾ ഈ കാശ് പിടിച്ചു വെച്ചാൽ അത് വൈറ്റ് മണിയല്ല, ബ്ലാക്ക് മണിയാണ്. എനിക്ക് കിട്ടുന്നതിൽ
ഞാൻ സമ്പാദിക്കുന്നതിൽ കറക്റ്റായിട്ട് 2.5%. ഞാനൊരു ഉറച്ച വിശ്വാസിയാണ്, ഉറച്ച ഏകദൈവ വിശ്വാസിയാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ പെർസെൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കമ്പനി ആസ് പെർ ദി ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ CSR കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആ CSR എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക്, അവശർക്ക്, അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുക. ഞങ്ങൾക്ക് ഓരോ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം നമ്മളെപ്പോലുള്ള ആൾക്കാർക്കില്ല. അപ്പോൾ ഞങ്ങളത് ഓർഗനൈസ്ഡ് ആയിട്ട് സഹായം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ കൊടുക്കും. അത് ഇന്ന് വരെയും കൊടുത്തിട്ടുണ്ട്. അതിവിടെ തന്നെയല്ല, UP കൊടുക്കുന്നുണ്ട്, ഉത്തരാഖണ്ഡിൽ കൊടുക്കുന്നുണ്ട്, ജാർഖണ്ഡിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എവിടെ കൊണ്ട് അതാത് സ്റ്റേറ്റുകളിലൊക്കെ കൊടുക്കും. എത്രയായി? ഹായ് സർ, ഐ എം സ്റ്റിനി ജോസഫ്. ഞാൻ BCom 3rd year സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ലുലു ഗ്രൂപ്പ് റീറ്റെയിൽ രംഗത്താണെങ്കിലും എക്സ്പോർട്ട് ഇമ്പോർട്ട് അതുപോലെ ട്രാൻസ്പോർട്ട് രംഗത്താണെങ്കിലും ലുലു ഗ്രൂപ്പിൻ്റെ പ്രസൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലുലു ഗ്രൂപ്പിൻ്റെ ലുലു മോൾ കേരളത്തിൽ, അതും നമ്മുടെ കൊച്ചിയിൽ തുടങ്ങുക എന്നുള്ളത് തികച്ചും ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരുന്നു. അങ്ങനെ പുതിയ മേഖലകളിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് സർ ശ്രദ്ധിക്കാറുള്ളത് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നറിഞ്ഞാൽ? കൊച്ചിയിൽ മാത്രം ഞാൻ ആസാ ഫിസിബിലിറ്റി സ്റ്റഡി കൊണ്ടുവന്നത് ഞാൻ വലിച്ചു ദൂരെ കിടന്നു. സിൻസിയർലി ഐ ആം സ്പീക്കിംഗ്. കൊച്ചിയിൽ ഞാൻ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോൾ ആയിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ 15 കൊല്ലം മുമ്പുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റഡി വന്നപ്പോൾ പറഞ്ഞു, ഇപ്പോഴുള്ള ലുലു മാളിൻ്റെ 1/3 കൊച്ചിയിൽ നടക്കുകയുള്ളൂ. കാരണം ഇത്രയുള്ള കൊച്ചിയിൽ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാൾ നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല, അത് നഷ്ടത്തിൽ പോകും. ആയതുകൊണ്ട് അവിടെ ആകെ 5000 ആളും കൂടുതൽ, 5000 to 7000 ആൾക്കാരും കൂടുതലേ വരുള്ളൂ. ആയതുകൊണ്ട് ഇപ്പോഴുള്ള ലുലു മാളിൻ്റെ 4/1 സ്റ്റഡി ഉള്ളൂ. ഞാൻ എന്ത് ചെയ്ത് ആ സ്റ്റഡി എടുത്തിട്ട് അങ്ങോട്ട് ഒരു ഭാഗത്ത് വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസമുണ്ട്. സോ ഐ എം തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. ഒരു 10 കൊല്ലം 15 കൊല്ലം ഇതിനേക്കാളും വലുത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ വിജയിച്ചു. അപ്പോൾ ഇന്ന് വരെ എത്ര വലിപ്പം ഉള്ളത് ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം മോളെ ഞാനത് വിജയിച്ചു എന്ന്. കോളേജ് യൂണിയന് വേണ്ടിയിട്ടൊരു റിക്വസ്റ്റാണ്. ശ്രീകൃഷ്ണ കോളേജ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. പഠിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമ്പസിലൊരു പ്ലേസ്മെന്റ് ഡ്രൈവ് സാറിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പഠനം കഴിയുന്ന ആളുകൾക്ക് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. മുന്നേ ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ. ഇഫ് യു ആർ എലിജിബിൾ, കേപ്പബിൾ ആൻഡ് യു ക്യാൻ ഡു ദ വർക്ക്, then we will select. But after the selection we will give training, professional training to work.